നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഏട്ടൻ നോക്കിക്കോ, ഏട്ടന്റെ കാലിന്റെ സ്വാധീനം തിരിച്ചു വന്നില്ലെങ്കിൽ ഭഗവാനോട് പറഞ്ഞ് ഞാൻ ഈ കടലിലേക്ക് ചാടും. ഒന്നും മിണ്ടാതിരുന്നേടി. പറഞ്ഞിട്ട് കാര്യമില്ല ഏട്ടാ. അയാളും അയാളുടെ ഭഗവാനും തമ്മിലുള്ള ഒരു റിലേഷൻ അതാ. പുറത്തേക്ക് പോയത് കൽപ്പനയ്ക്ക് ഒട്ടും ദഹിച്ചിട്ടില്ല. ഇനി തിരിച്ചു ചെല്ലുമ്പോ എന്തൊക്കെ പറഞ്ഞുണ്ടാക്കും ആവും. ഏട്ടൻ അതൊന്ന് വിട്ടെ. പുറത്തിറങ്ങിയത് മനസ്സൊന്ന് സന്തോഷിക്കാൻ വേണ്ടിയാ. ഇവിടെ വന്നിട്ട് അത് തന്നെ ആലോചിച്ചോണ്ടിരിക്ക. എനിക്കൊരു കുഴപ്പമില്ല കുട്ടി. ഈ ആറിന്റെ കരയിലൊക്കെ കിടക്കുന്ന കല്ലില്ലേ, ആളുകളൊക്കെ വന്ന് തുണിയിലക്കിട്ട് പോകുന്ന കല്ല്, അതാരോടും പരാതി പറയാറുണ്ടോ? അതുപോലെ എന്റെ അവസ്ഥ. ആരൊക്കെയോ വന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോകുന്നു. ഞാൻ ആ കല്ല് കിടക്കുന്ന പോലെ അവിടെ കിടക്കും. പക്ഷെ നിന്നെ എന്തെങ്കിലും പറയുന്നത് കേട്ടാ മനസ്സിനൊരു ബുദ്ധിമുട്ടാ. ഏട്ടത്തി പറഞ്ഞോട്ടെ. ഏട്ടൻ കല്ലിന്റെ കാര്യം പറഞ്ഞില്ലേ, ഞാനും അതുപോലെ അങ്ങ് കിടക്കും. ഒരു പരാതിയും പറയാതെ അങ്ങ് കിടന്നോളാം. വരുൺ എന്തേലും പ്രശ്നം ഉണ്ടാകുമ്പോ നീ ഇവളുടെ കണ്ണിലേക്ക് നോക്കിയിട്ടുണ്ടോ? കണ്ണ് നിറഞ്ഞ് തുളുമ്പിയിരിക്കും. ഉണ്ടേട്ടാ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കാറുണ്ട്. ഏട്ടാ, ഏട്ടനിപ്പോ ചെറുതായിട്ടെങ്കിലും കാലനക്കണമെന്ന് തോന്നുന്നുണ്ടോ? ഉള്ളിലാ തോന്നലൊക്കെ ഉണ്ട്. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും കാലനങ്ങുന്നില്ലല്ലോ. അതെ, വൈദ്യം പറഞ്ഞല്ലോ നടക്കാവൊന്ന് ശ്രമിച്ചു നോക്കാൻ. നമുക്കൊന്ന് നടന്നു നോക്കിയാലോ? അയ്യോ വേണ്ട വേണ്ട, എന്തൊക്കെ മണ്ടത്തിലോടാ വിളിച്ചു പറയുന്നേ. അല്ല, മണ്ടത്തരൊന്നുമല്ല. നമുക്കൊന്ന് നടന്നു നോക്കിയാലോ ഏട്ടാ? വേണ്ട വേണ്ട, റെഡി, ഞങ്ങൾ പിടിച്ചോളാം. എടാ വേണ്ടടാ, ആദ്യം ഒന്ന് പിടിച്ചേ. എടാ വേണ്ടടാ. വേണം വേണം, പതുക്കെ. കാലൊന്ന് പൊക്കാൻ നോക്കി. കാലൊന്ന് പിടിച്ചു നോക്കട്ടാ. നോക്കട്ടെ. പറ്റുന്നില്ല എനിക്ക്. പറ്റും. ഒന്ന് ബലം പിടിച്ച് നോക്കട്ടെ. വയ്യാണ്ടാവും. പറ്റും. വേണ്ട. പൊങ്ങട്ടെ. പറ്റുന്നില്ല. വേണ്ടടാ, എനിക്ക് വയ്യ. ഒരു കുഴപ്പമില്ല, നടക്കാൻ നോക്കി. ഒരു പ്രശ്നമൊന്നുമില്ല, വഴിയോ നടക്ക്. നോക്കട്ടെ. പിടിച്ചടാ. പറ്റുന്നില്ല. പറ്റും. വേണ്ടടാ, എനിക്ക് വയ്യ. നോക്കാന്നേ. ഇരുന്നു. മതി, അത് മതി. ഇരുന്നു.
കണ്ടില്ലേ, ഇത്രയൊക്കെ ഉള്ളൂ. ഇതിന് ശരിയാവും, ഞാൻ നടക്കും ഓടും എന്നൊക്കെ ഞാനിനി എങ്ങനെ വിശ്വസിക്കാനാ? തുടങ്ങി. ഏട്ടാ, എഴുന്നേറ്റ് ഓടാൻ പറ്റുന്ന പറഞ്ഞല്ലോ നമ്മൾ എഴുന്നേൽപ്പിച്ചത്. നമ്മളൊന്ന് ശ്രമിച്ചു നോക്കുന്നു. അതോടെ ചികിത്സയ്ക്ക് ഫലമില്ല, കാലിന് ബലമില്ല എന്നൊന്നും പറയണ്ട. ഏട്ടൻ നോക്കിക്കോ, ഏട്ടന്റെ കാലിന്റെ സ്വാധീനം തിരിച്ചു വന്നില്ലെങ്കിൽ ഭഗവാനോട് പറഞ്ഞ് ഞാൻ ഈ കടലിലേക്ക് ചാടും. ഒന്നും മിണ്ടാതിരുന്നേടി. പറഞ്ഞിട്ട് കാര്യമില്ല ഏട്ടാ. അയാളും അയാളുടെ ഭഗവാനും തമ്മിലുള്ള ഒരു റിലേഷൻ അതാ. ആ, ചില നേരത്തെ രണ്ടുപേരും തമ്മിലങ്ങ് പിണങ്ങും, ചില നേരത്ത് ദേഷ്യപ്പെടും. നമ്മുടെയൊക്കെ കൂടെ ജീവിക്കുന്ന പോലെയാ അയാളുടെ മനസ്സിൽ ഭഗവാൻ. അങ്ങനെയൊക്കെ പറയണമെങ്കിലേ ഒരു പ്രത്യേക സിദ്ധി വേണം. അതെന്ത് സ്ഥിതിയാടാ, ഒന്ന് കേക്കട്ടെ. അത് പിന്നെ അവൻ പറഞ്ഞോട്ടടാ, എല്ലാവരും വലിയ വലിയ കാര്യം പറയുമ്പോ അവനുണ്ടാവില്ല ആഗ്രഹം വല്ലപ്പോഴും ഒരു കനത്ത കാര്യം പറയണമെന്ന്. ആ, അത് ശരി. അപ്പൊ എന്റെ കാര്യത്തിൽ ആർക്കും പക്ഷാഭേദമൊന്നുമില്ല, തിരിച്ചിങ്ങോട്ട് തന്നോണ്ടിരിക്കുകയാണല്ലേ? ഇങ്ങനെ തിരയടിക്കുന്ന അന്തരീക്ഷത്തിലേക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ കേട്ട് അങ്ങനെ ഇരിക്കണം. അതൊരു പ്രത്യേക സുഖം. ഏട്ടനിപ്പോ പാട്ട് കേൾക്കണോ? എടാ, നിന്റെ ഫോണിലെ പാട്ടൊന്നും എനിക്ക് വേണ്ട. ആ, എന്നോട് പാടാന്ന് പറയല്ലേ, എനിക്ക് ചെറിയ ജലദോഷം. ഓ, ഈയടാ, രക്ഷപ്പെട്ടു. ഏതായാലും ഇനി അവനെ കൊണ്ട് ഉപദ്രവമൊന്നുമില്ല. മോളെ രാധിക, മോള് നന്നായിട്ട് പാടുമല്ലോ. ഏട്ടൻ ഇതുവരെ മോളെ പാട്ട് കേട്ടിട്ടില്ല. എന്റെ ഏട്ടാ, ആരാ ഈ കക്ഷി? എത്ര വലിയ മ്യൂസിക് ഡയറക്ടർക്ക് വേണ്ടി പാടിയിട്ടുണ്ടെന്നറിയോ? അതൊക്കെ കൂടി പുറത്തിറങ്ങിയാലേ പിന്നെ ഇതിനെ പിടിച്ചാ കിട്ടില്ല. പിന്നെ നമ്മുടെ കൂടെ ബീച്ചിൽ വരാനോ കറങ്ങാനോ ഒന്നും ഇയാളുണ്ടാവില്ല. പിന്നെ വല്ല ആൾക്കൂട്ടത്തിനിടയിലും ഒക്കെ തിക്കി തിരക്കി കാണേണ്ടി വരും. കളിയാക്കിയത് മതി. എടോ, കളിയാക്കിയതൊന്നുമല്ല, ഞാൻ എന്റെ ആഗ്രഹങ്ങൾ പറഞ്ഞേ ഉള്ളൂ. മോളെ, ജീവിതത്തിൽ എടുത്തു സൂക്ഷിക്കാൻ കുറെ നല്ല നിമിഷങ്ങൾ ഉണ്ടായിക്കോട്ടെ. മോളൊരു 4 വരി പാട്. അല്ല ഏട്ടാ, ഇവിടെ വെച്ച് പാടാന്നൊക്കെ പറഞ്ഞ അതിനെന്താ, ആൾക്കൂട്ടത്തിനിടയിൽ വെച്ചൊക്കെ പിള്ളേര് റീൽസ് എടുക്കുന്നത് കണ്ടിട്ടില്ലേ? അവർക്ക് വല്ല നാണക്കേടുണ്ടോ? അതൊന്നും പറയാതിരിക്കുക ഭേദം. റീൽസ് എടുത്തെടുത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയുടെ മുന്നിലേക്കാ ചിലർ ചാടുന്നേ. ആ, എടോ, ഇവിടെ ഇപ്പൊ നമ്മള് മാത്രമേ ഉള്ളൂ. താൻ ധൈര്യമായിട്ട് പഠിക്കോ? ഏട്ടൻ പറഞ്ഞു കേട്ടില്ലേ? ആ, ശരി. പക്ഷെ 4 വരിയേ. ആ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.